അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മിനി ഊട്ടിയിലാണ് നിൽക്കുന്നത്. വളരെ സന്തോഷവും എന്തൊക്കെ നല്ല ഫീലിംഗ് തോന്നുന്നു. ഈ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം, അതാണ് പറയാനുള്ളത്. വലിയ സന്തോഷമാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. നല്ല സന്തോഷമുണ്ട് കേട്ടോ. എനിക്കത് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മിനി ഊട്ടിയിലാണ്. അവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അവിടെ ഒരു ആഗ്രഹമായിരുന്നു മിനി ഊട്ടി കാണണം എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മിനി ഊട്ടിയിലാണുള്ളത്. അപ്പോൾ നേരത്തെ കണ്ടത് മിനി ഊട്ടിയുടെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ നമ്മൾ മുഴുവനും കാണാൻ പോവുകയാണ്. അപ്പോൾ അവിടെ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുക, അവിടെ ഓരോ കാടും വഴിയൊക്കെ കയറുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറ് പിടിച്ച പണിയാണെന്ന് പറഞ്ഞു തോന്നുന്നുണ്ട്. എന്താ ചെയ്യുക, ഞാൻ പിടിച്ചോ എന്നാ കുഞ്ഞിപ്പോൾ കയറി മതിയില്ല. പിന്നെ മേൽഭാഗമാണത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ മിനിയൂട്ടിയുടെ ഒരു മേൽഭാഗത്താണ് എത്തിയിട്ടുള്ളത്. കാണാം ഈ പാറയും കാര്യങ്ങളൊക്കെ കയറി ഇവിടെ എത്തി. നമ്മൾ ഫസ്റ്റിൽ പാട്ട് ചെയ്ത ആ വീഡിയോയിൽ മിനിയൂട്ടി എല്ലായിരുന്നു ശരിക്കും നമ്മൾ കണ്ടത്. നമ്മൾ എന്നാ വയ്യായിരുന്നു കണ്ടിരുന്നത്. എപ്പോഴാണ് നമ്മൾ ഇന്ന് റിയൽ ആയിട്ടാണ് മിനിയൂട്ടിയിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മളങ്ങനെ എന്ത് ചെയ്തേ മിനിയൂട്ടിയിലെത്തി. എന്താണ് മീസിൻ്റെ ഫീലിങ് പറ. ഇതിക്ക് നോക്ക്, നല്ല സൂപ്പർ ആട്ടോ. ഇതിക്ക് നോക്ക് പറ. നല്ല സൂപ്പറാണ്. വണ്ടർഫുൾ ആണ്. ഞങ്ങൾ ആണ്ട് ഇറങ്ങിയിട്ട് അപ്പോൾ എൻ്റെ അവിടെ കുറേ മുളുങ്കൂട്ടൊക്കെ ഉണ്ട്. ഈ ഇങ്ങനത്തെ വലൻ്റെതായതുകൊണ്ട് ഇതൊക്കെ അല്ല. അപ്പോൾ കീറി അങ്ങോട്ട് കയറാൻ പറ്റുമോ? അവിടേക്ക് കയറാൻ വെച്ചാ കുഞ്ഞിപ്പൊക്കെ ഇക്കൊക്കെ വേർത്തുകൊണ്ട് ഇട്ടോ. അപ്പോൾ നമ്മൾ ഇനി താഴത്തേക്കാനെ പോവുകയാണ്. ഇവിടെ റബ്ബർ തോട്ടമൊക്കെ കാണാം. റബ്ബർ ഇതാ റബ്ബർ തോട്ടത്തിലൊക്കെ കാണാം. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും പക്ഷെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെയാണ് റിസ്ക് സംഭവം. ഇറങ്ങിയൂടെ അവൾക്കിട്ടെ മുതലേട്ടാ. എന്താ അറിയോ, എനിക്ക് വളരെ ഓക്കെ കയറാനൊക്കെ ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ്. അവിടേക്ക് പോകല്ലേ പോലെ അവിടെ കേട്ടോ. റബ്ബറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഇവിടെ. വളരെ അതിമനോഹരമായ. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതെന്താണ് ഈ ഇറക്കാണ് നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഒരുപാട് പേർക്ക് ആരോഗ്യം കഴിഞ്ഞൊരു ആരും കൂടി ഇറങ്ങാനുണ്ട്. ഇനി ഇറങ്ങില്ലേ പോലെ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് സ്ഥലം. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ വൈഫ് ഹസ്ബൻഡ് ആയിട്ടോ സഹോദരിമാരായിട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ റബ്ബർ വെട്ടിയിട്ടിട്ടുണ്ട് പശയ്ക്ക് വേണ്ടി. അത് നമുക്ക് ഇവിടെ കാണാം. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ് ചെയ്യുക. നമ്മൾ ഇത് ട്രാവലിംഗ് എവിടേക്കാണ് നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇറങ്ങിക്കോളൂ. നല്ല ഇറങ്ങിയാൽ പിടിച്ചോ. അപ്പോൾ സാനുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഇവളെയും കൂടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സാനുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രത്യേകം ദുആ ചെയ്യുക. എനിക്കിപ്പോൾ 9 ഏജായി. ഞാൻ അടുത്ത ഡിസംബറിന് എനിക്ക് 10 ഏജ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടുള്ളത് മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ട്രാവലിംഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വിശദമായി നമ്മൾ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി മാസ്ക് ഇല്ലാന്ന് പറയണ്ട, മാസ്ക് ഇവിടെ ഉണ്ട്. വയർത്തപ്പോൾ മാസ്ക് ഊരിയൊന്ന് മാത്രം മാസ്ക് കഴിക്കലുണ്ട്. ഞങ്ങളെ വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നതും കേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവിടെ ഇങ്ങനെ മുള്ളുംകൂട്ടൊക്കെ ആയിരുന്നു. ഇവിടെ എന്തൊക്കെ ഉണ്ടാവുന്നെന്ന് എനിക്ക് അറിയില്ല.
പക്ഷെ എന്നാലും നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒന്ന് വന്നതാണ് ഇവിടെ. ഞങ്ങൾ ഇപ്പോൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത പരിപാടി കേക്ക് കട്ട് ചെയ്യാനാണ്. അതിന്റെ മുമ്പ് നമുക്ക് ഡെക്കറേഷൻ എന്താണെന്ന് നോക്കാം. ഡെക്കറേഷൻ എന്തൊക്കെയുണ്ട്, റൂമിൻ്റെ ഡെക്കറേഷൻ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പം അങ്ങോട്ട് നമുക്ക് കിടക്കാം. അത് മുമ്പിൽ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, അങ്ങോട്ട് കിടക്കുന്ന സമയത്ത് വാട്ട് എ വണ്ടർഫുൾ സ്റ്റോറി. ഇവിടെ സാനുവിൻ്റെ ബലൂണും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഒരാളെ ചെയ്തതാണ് നമ്മൾ വീട്ടിലുള്ളതിന്. വളരെ കഴിവുള്ളൊരു കുട്ടിയാണത്. അപ്പോൾ കുട്ടീനെ നമ്മൾ വളരെയധികം അനുമോദിക്കുകയാണ്. വേറെ കാര്യമില്ല, ക്യാമറകളെ ഒന്ന് കാണിച്ചു തരാം. വേറെ ആളവിടെ ഒടിച്ചിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയും ഇത്താത്തയും കൂടെയാണ് ഇതെല്ലാം തയ്യാറാക്കിയത്. അടിയിൽ കേക്കും കിട്ടും. കേക്ക് ഉണ്ട്. നമുക്ക് കേക്ക് മുറിക്കാം. മുറിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സാനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സാനുമോളുടെ ബർത്ത്ഡേ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേക്ക് മുറിക്കുന്നത്. തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ബർത്ത്ഡേയും അതേപോലെ തന്നെ മിനിയൂട്ടി ട്രിപ്പൊക്കെ നമ്മൾ കണ്ടു വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ചാനലിൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതും ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിന് സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.